നമസ്കാരം. ഇന്ത്യയിലെ പല സ്ഥലങ്ങളുടെയും പേരുകളൊക്കെ തന്നെ മാറുന്നത് അടുത്ത കാലത്തൊക്കെ വലിയ ചർച്ചയായിരുന്നു. അതായത് പലതും ഈ മുഗൾ ഭരണകാലത്തെ ചില പേരുകളൊക്കെ തന്നെ അവിടെ അന്ന് ആ സ്ഥലത്തിന് നൽകിയ പേരുകൾ, ഈ മുഗൾ ഭരണാധികാരികൾ പ്രാദേശികമായി നൽകിയ പല പേരുകളും ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ പേരുകളായി തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അതായത് ആ സ്ഥലത്തിൻ്റെ പേര് അതുതന്നെയാണ്, അത് ഇവർ മാറ്റിയതാണ്. മുഹമ്മദ്പൂർ എന്നും ഇപ്പോൾ റാംപൂരിനെ മുഹമ്മദ്പൂരാക്കി മാറ്റിയതുണ്ട്. അങ്ങനെ പല പേരുകളും മാറ്റങ്ങളും ഒക്കെ തന്നെ പല സംസ്ഥാനങ്ങളിലും വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട 11 ഗ്രാമങ്ങളുടെ പേരുകളാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് പലരും ഇപ്പോൾ പറയുന്നത്, ഇങ്ങനെ പേര് മാറ്റേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ മാറേണ്ടത് മാറുക തന്നെ വേണ്ടേ എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. ഭോപ്പാൽ മധ്യപ്രദേശിലെ 11 ഗ്രാമങ്ങളുടെ പേരുമാറ്റമാണ് ഇപ്പോൾ മധ്യപ്രദേശ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുജനവികാരം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ 11ഓളം ഗ്രാമങ്ങളുടെ പേരുകൾ മാറ്റുന്നു എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. പുതുക്കിയ പേരുകൾ പ്രാദേശിക ജനങ്ങളുടെ വികാരത്തെ പ്രതിഫലിപ്പിക്കും എന്നാണ് മോഹൻ യാദവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. പേരുകൾ മാറ്റണം എന്ന ആവശ്യം പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു എന്നും അവരുടെ ആഗ്രഹങ്ങളോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത് എന്നും ആണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, മധ്യപ്രദേശ് മുഖ്യമന്ത്രി പറയുന്നത്. തീർച്ചയായിട്ടും മാറേണ്ടത് മാറുക തന്നെ വേണം എന്നുള്ളതാണ്. മുഹമ്മദ്പൂർ മച്ചാനൈ എന്നത് മോഹൻപൂർ എന്ന് പുനർനാമകരണം ചെയ്തു. ചില ഗ്രാമങ്ങളുടെ പേരുകളാണ് ഇതൊക്കെയാണ് മാറിയത്. ധബ്ല ഹുസൈൻപൂർ എന്നത് ധബ്ല റാം എന്നും മുഹമ്മദ്പൂർ പവാഡിയ എന്നത് റാംപൂർ പവാഡിയ എന്നുമായി മാറി. അതുപോലെ ഖജൂരി അലഹ്ദാദ് ഖജൂരി റാം എന്നും ഹാജിപൂർ ഹിരാപൂർ എന്നും പുനർനാമകരണം ചെയ്തു. നിപ്പാനിയ ഹിസാമുദ്ദീൻ നിപ്പാനിയ ദേവ് എന്ന് മാറി. റിച്ച്ഡി മുറാദാബാദ് എന്ന പേര് റിച്ച്ഡി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഖലീൽപൂർ റാംപൂർ എന്നും പാട്ടി മുഖ്തിയാർപൂർ ഘാട്ടി എന്നും പുനർനാമകരണം ചെയ്തു. ഉഞ്ചോട് എന്ന ഗ്രാമത്തിന്റെ പേര് ഉഞ്ചവട് എന്നാക്കി. ഷെയ്ഖ്പൂർ ബോങ്കി അവധ്പുരി എന്നാക്കി മാറ്റി. ഇത്തരം ഗ്രാമങ്ങളാണ്, ഈ 11 ഗ്രാമങ്ങളുടെ പേരുകളാണ് മാറിയത്. ഇതൊക്കെ പ്രാചീനമായി ഉണ്ടായിരുന്ന പേരുകൾ അത് തിരിച്ചു കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. പേരുകൾ മാറ്റുകയല്ല ചെയ്തത്, പഴയ പേരുകൾ കൊണ്ടുവരികയാണ് ചെയ്തത്. അത് മംഗലാപുരത്തിന് മംഗളൂരു എന്നും ബാംഗ്ലൂരിന് ബംഗളൂരു എന്നും ട്രിവാൻഡ്രത്തിന് തിരുവനന്തപുരം എന്നും കാലിക്കറ്റിന് കോഴിക്കോടെന്നും കൊണ്ടുവന്നതുപോലെ മാത്രമേ ഉള്ളൂ എന്നത് മറ്റൊരു കാര്യം. പിന്നെ ഈ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഗ്രാമവാസികളുടെ പ്രദേശവാസികളുടെ ആഗ്രഹം കണക്കാക്കി ഒരു നാടിൻ്റെ പേര് ഒന്ന് മാറി എന്ന് വിചാരിച്ച് ഇത്രയേറെ അസഹിഷ്ണുത അതിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്രയ്ക്ക് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമുണ്ടോ? ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മാധ്യമം എന്ന പത്രമാണ്. അവർ വളരെ വിമർശനാത്മകമായിട്ടാണ് ഈ ഒരു റിപ്പോർട്ടിംഗ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രാമങ്ങളുടെ പേരുകൾ മാറ്റുന്നു, ശരിയായ നടപടിയല്ല. ഇതിനു മുൻപും മാറ്റി. ഇത് കാവ്യവൽക്കരണത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ഒരു ഗ്രാമത്തിൻ്റെ പേര് മാറിയാൽ അതെങ്ങനെ കാവ്യവൽക്കരണമാകും? അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരം സനാതന ധർമ്മം പേറുന്ന ഒരു രാഷ്ട്രമാണ്. ഇവിടെ എല്ലാ മതവിഭാഗങ്ങളെയും അംഗീകരിക്കുകയും അവർക്ക് പ്രവർത്തിക്കാൻ എല്ലാവിധ അവസരങ്ങളും അതിനുള്ള വഴികളും ഒരുക്കി കൊടുക്കുകയും എത്രയോ കാലങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തവരൊക്കെ തന്നെ ഇവിടെ അധിനിവേശ ശക്തികളായി മാറിയതും തുടർന്ന് അവർ അധിനിവേശ ശക്തികൾ തിരിച്ചുപോയതും ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമായി മാറിയതും ഒക്കെ തന്നെ എല്ലാവരും അറിയാവുന്ന കാര്യമാണ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായ കാര്യമാണ്. സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റി എന്ന് വിചാരിച്ച് ആ സ്ഥലത്തിൻ്റെ സംസ്കാരം മാറില്ല. അതുപോലെ തന്നെ ഈ മുസ്ലിം നാമധാരികളായ പലരും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പല മേഖലകളിലും ഭരണാധികാരികളും നാട്ടുരാജാക്കന്മാരുമായിരുന്ന പലരും അത്തരത്തിൽ ചില പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ മാറ്റുക എന്നത് അതൊരു ചരിത്രപരമായ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ളതാണ് ഭരണാധികാരിയായ മധ്യപ്രദേശ് മുഖ്യമന്ത്രി പറയുന്നത്. അത്തരം കാര്യങ്ങൾ നിറവേറ്റുന്നതിൽ അസഹിഷ്ണുതയുണ്ടെങ്കിൽ അത് അലറിത്തീർക്കുക എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ. ഈ ദീനരോധനമായി അതിങ്ങനെ അവശേഷിക്കുകയും ചെയ്യും. മാറ്റേണ്ടത് മാറ്റുക തന്നെ ചെയ്യും. ബ്രാൻഡിംഗ് പാർട്ണർ കൊഹ്ന, കോയിലേഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call
904825 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.